പള്ളിശ്ശേരിയുടെ പടമാണെന്നും പറഞ്ഞ് കയറിയതാണ്. മോഹൻലാൽ പൊളിച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കിയൊക്കെ ഭയങ്കര ബോറാണ്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, ഈ ഇപ്പം തിയേറ്ററിന്റെ പുറത്ത് നിന്നിട്ട് അതിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കും പറഞ്ഞിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ്? അത് അത്രക്ക് കട്ട മാസമായതുകൊണ്ടാണോ? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതെന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കണ്ടാൽ, കാരണം അത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ കാണാൻ തോന്നി. അത് എന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയാം. ആക്ട് പടമല്ല, ഒരു നാടകം ലെവല് കൊള്ളാം. ഒരു മോഹൻലാൽ എന്നൊരു സൂപ്പർ സ്റ്റാറിനെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു പടമല്ല. എന്നെ ഒന്ന് നുള്ളിക്കുന്നു. എന്തിനാടാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാനാ. ഇൻട്രോ കാണുമ്പോ കുലുങ്ങിയില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റർടൈനർ, പിന്നെ ഒരു നാടകം ലെവല്. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് എന്ന് പറഞ്ഞാൽ നല്ല ലാഗാ. ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. കാശിന് കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫിലെ മടുപ്പ് തന്നെ, സെക്കൻഡ് ഹാഫ് പിന്നെ ഉണ്ടെന്ന് പറയാം. ഭയങ്കര മടുപ്പാ, കണ്ടിരിക്കത്തില്ല. വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടപ്പ് കണ്ടപ്പ നല്ല മോശം സിനിമ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അടുത്ത കഥ വരുന്നുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആ കഥ കൂടെ കാണട്ടെ. The worst film ever made by Lijo Jose Pelliശ്ശേരി. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാള് അദ്ദേഹത്തിന് എന്റെ കരിയറിൽ എടുത്തിട്ടുള്ള വെച്ചിട്ട്. സെക്കൻഡ് വെയിറ്റിംഗ് ആണ്. അതെ അതെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? സത്യമായിട്ടും മലയക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറഞ്ഞു വന്നതേ ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞ പോലെ ആയിപ്പോയി. ശരിക്കും നിരാശ മാത്രമാണ് കിട്ടിയത്. നിങ്ങളെയും കാത്ത് നാടൻ ബോംബിന്റെ ഒരു കമനീയ ശേഖരം സ്റ്റേജിന്റെ പിൻഭാഗത്തുണ്ട്. ആദ്യമായിട്ടോ ശരിക്കും ഒരു സിനിമയ്ക്ക് കയറിയിട്ട് ഇത്ര വിഷമിച്ചിട്ട് ഇറങ്ങേണ്ടി വന്ന ഒരവസ്ഥ. അത് നേരാവാനാണ് വഴി. അല്ല ഫസ്റ്റ് തന്നെ വേണം എന്നുള്ളത് ചോദിക്കാം. പിന്നല്ല സെക്കൻഡ് വേണ്ട. അപ്പൊ പുരിയില്ല. ഇപ്പൊ പുരിയത്. മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. കേട്ടതെല്ലാം പോയി, നീ കേൾക്ക പോകരുത്. നിശാ